കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ നടന്ന മനസാക്ഷിയെ നടക്കുന്ന ക്രൂരതയാണ്. മർദ്ദനത്തിന് പുറമെ മദ്യം കുടിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ബീഡി വലിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെന്നാണ് ആരോപണം. തലമുടിയിൽ ആണിയും ഭസ്മവും ചേർത്ത് വലിച്ച് മുടിയുടെ ഭാഗങ്ങൾ മുറിച്ചുവെന്നും മൊഴിയുണ്ട്. കേസിൽ അറസ്റ്റിലായ അഖിൽ, പിതാവ് ദാസ്, ആഭിചാരക്രിയ നടത്താമെന്ന ശിവദാസ് എന്നിവർ അറസ്റ്റിലായിരുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മണർകാട് പോലീസ് പറയുന്നു. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത്. ജോസി, ഈ ദൃശ്യങ്ങൾ എന്താണ്? നിഷാദ്, ഈ ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുവതിയുടെ തന്നെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. യുവതിക്കൊപ്പം യുവതിയുടെ ഭർത്താവും മാതാവും പിതാവും ഉണ്ട്. അവരുടെ മറ്റേ പൂജാരിയെയും ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരാൾ കൂടി ദൃശ്യത്തിൽ ഉള്ളതായ പോലീസ് നേരത്തെ സംശയിക്കുന്ന ആൾ കൂടി ദൃശ്യത്തിലുണ്ട്. ഈ ആഭിചാരക്രിയകൾക്ക് സഹായം ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന ആളുകളും ഈ ദൃശ്യങ്ങളിലുണ്ട്. അതിൽ ഈ യുവതിയുടെ കൈകാലുകൾ ബലമായി പിടിക്കുന്നതും വായിലേക്ക് എന്തോ ദ്രാവകം ഒഴിച്ചു കൊടുക്കുന്നതുമൊക്കെയുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ യുവതി തന്നെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് താൻ നേരിട്ടത് എന്നാണ് യുവതി പറഞ്ഞത്. അതിൽ പ്രധാനമായും മഞ്ഞൾ വെള്ളം കുടിപ്പിച്ചു, മദ്യം കുടിപ്പിച്ചു, ബീഡി വലിപ്പിച്ചു, കൂടാതെ ഭസ്മം കഴിപ്പിച്ചു, തലമുടിയും ഭസ്മവും ചേർത്ത് വലിച്ച് തലമുടിയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയും യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഈശ്വര മൊഴിയും വെളിപ്പെടുത്തലും സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ യുവതി മാതാപിതാക്കളോടൊപ്പം പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും കടുത്ത മാനസിക ആഘാതത്തിലാണ് ഈ യുവതി എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനോരോഗ വിദഗ്ധന്റെ സേവനവും യുവതിക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു മനുഷ്യൻ സാധാരണ ഈ പുതിയ യുഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തിരുവഞ്ചൂരിലെ ഈ വീട് കേന്ദ്രീകരിച്ച് നടന്നത്. അഖിൽ പ്രണയിച്ചാണ് ഈ പെൺകുട്ടിയുമായി വിവാഹം കഴിക്കാൻ തയ്യാറെടുത്തിരുന്നത്. 2 ആഴ്ച മുമ്പ് മാത്രമാണ് പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. കൂടാതെ ഈ വീട്ടിൽ ഈ പെൺകുട്ടി എന്തെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യുവാവുമായി എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ യുവാവിന്റെ അമ്മ പറയും ഈ യുവതിക്ക് എന്ത് തരത്തിലുള്ള ദുരാത്മാക്കളുണ്ട് ശരീരത്തിൽ, അതുകൊണ്ട് പൂജ ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ പൂജാരിയെ കൊണ്ടുവന്നത്. ഈ പൂജാരി തിരുവല്ല മുത്തൂരിൽ താമസിക്കുന്ന ആളാണ്. ഇയാളുമായി ദീർഘകാലത്തെ ബന്ധം ഈ കുടുംബത്തിനുണ്ട് എന്നാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. കാരണം ഈ യുവാവിന്റെ അമ്മ അവിടെ ഇയാളുടെ പൂജാരിയുടെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെയാണ് പൂജാരിയെ തിരുവഞ്ചൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ദുരാത്മാവിന്റെ ശക്തിയുണ്ട്, അവരുടെ ദുരാത്മാക്കളെ പുറത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ മന്ത്രവാദിയെ ഇവിടെ എത്തിച്ചത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ ആഭിചാരക്രിയകൾ നടന്നത്. നവംബർ മാസം 2-ാം തീയതിയായിരുന്നു ഈ ആഭിചാരക്രിയകൾ നടന്നതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.